ഹായ് ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് തമിഴ്നാട് വിഭവമായിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള ചെറിയൊരു റെസിപ്പി കണ്ടാലോ? അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ മുട്ട പൊടിമാസ് എന്നൊക്കെയാണ് കേട്ടോ തമിഴ്നാട്ടിലൊക്കെ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. 3 മുട്ട എടുത്ത് പാനിലോട്ടിട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, അവർ വെളിച്ചെണ്ണയൊന്നുമല്ല ഒഴിക്കുന്നത്, പക്ഷെ നമ്മൾ വെളിച്ചെണ്ണയാണല്ലോ യൂസ് ആക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് 3 മുട്ട പൊട്ടിച്ചിട്ട് ജസ്റ്റ് അതിന് ചിക്കി പൊരിച്ചെടുക്കണം. ചിക്കി പൊരിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് പൊടിയാൻ പാടില്ല, ഒരു കുറച്ച് വലിയ പീസായിട്ട് കിടക്കണം. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടി നമ്മൾ മുട്ടയ്ക്കകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനെ ചിക്കി പൊരിച്ചെടുത്ത് ഒരു പരുവാകുമ്പോഴത്തേനും നമ്മളതിനെ മാറ്റി വെക്കണം. ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമ്മളിത് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ഈ എടുത്ത ഈ പാനിനകത്ത് തന്നെ സ്വല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3 വറ്റൽമുളക്, ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അധികം എരി വേണ്ടാത്തതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന മുളകിനനുസരിച്ചിരിക്കും എത്ര എണ്ണം വേണം എന്നുള്ളത്. ഞാനിപ്പോൾ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ടയ്ക്ക് 3 കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറക്കണം. എന്നിട്ട് അത് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ പരുവത്തിനുള്ള പുളിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ പാനിനകത്തോട്ട് വീണ്ടും സ്വല്പം വെളിച്ചെണ്ണ മതി, സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കടുകിടുന്നു. കടുക് പൊട്ടുമ്പോഴും നമ്മൾ കറിവേപ്പില ഇടുന്നു. കറിവേപ്പിലയും കൂടെ ഒന്ന് റോസ്റ്റാകുന്ന സമയത്ത് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ മസാല ഉണ്ടല്ലോ, മുളകിൻ്റെയും സവാളയും പുളിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന വെള്ളമൊന്നും ഒഴിക്കാതാണ് കേട്ടോ അരയ്ക്കുന്നത്. സവാളയ്ക്കകത്തുള്ള വെള്ളം തന്നെ അതിനകത്തോട്ട് ഇറങ്ങും. അപ്പം അത് നമ്മൾ ഈ പാനിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതിനെ ഒരു നല്ല ഡ്രൈ ആവുന്ന ഒരു പരുവം വരെ നന്നായിട്ട് അതിനകത്തുള്ള വെള്ളമെല്ലാം പിടിച്ച് വറ്റി വരുന്ന സമയം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട്ടിട്ട് അതിനെയും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. സൂപ്പറാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇത് മറ്റേ ബാച്ചിലേഴ്സിനും ഒക്കെ ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അതായത് പെട്ടെന്ന് ചോറ് കഴിക്കാൻ വേണ്ടി ഇതൊരു സംഭവം ഉണ്ടാക്കി എന്തെങ്കിലും ഒരു തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനീ പറയുന്ന പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റായിരുന്നു. ചെറിയ എരിയും പുളിയും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. എളുപ്പമാണ്, സിമ്പിളാണ്. നമ്മൾ മുട്ടത്തോരൻ വെക്കുന്നു, അതിനെ ജസ്റ്റ് ചെറിയൊരു മോഡിഫൈ ചെയ്ത് എടുത്താൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമ്മുടെ മുട്ട പൊടിമാസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.